സ്വാശ്രയ കോഴ്സുകൾ ആരംഭിക്കാനുള്ള നടപടികളുമായി കേരള കലാമണ്ഡലം മുന്നോട്ട്. സ്വാശ്രയ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരള കലാമണ്ഡലം സ്വകാര്യവൽക്കരണത്തിലേക്ക് ചൂടുവയ്ക്കുന്നതിൻ്റെ വിമർശനവും ഉയരുന്നുണ്ട്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ കലാമണ്ഡലത്തിൽ സ്വാശ്രയ കോഴ്സ് തുടങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ മാനേജ്മെൻറ്റ് ഫീസ് കൊടുക്കേണ്ടി വരുമോ? തീർച്ചയായും. അതായത് ഒരു സെമസ്റ്ററിന് ഇപ്പോൾ ഈ ഭരതനാട്യത്തിനാണെങ്കിൽ 19,000 രൂപ ഈ സെമസ്റ്റർ ഫീസ് മാത്രം നൽകേണ്ടി വരും. മറ്റ് അനുബന്ധ ഫീസുകളെല്ലാം എടുക്കുകയാണെങ്കിൽ ഒരു 50,000 രൂപ അടുത്തൊക്കെ ഒരു കുട്ടിക്ക് ചിലവ് വരുന്ന തരത്തിലാണ് ഈ സ്വാശ്രയ കോഴ്സ് ആരംഭിക്കുമ്പോൾ ഉണ്ടാകുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കലാമണ്ഡലം ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് വച്ച മൂല്യം എന്താണോ ആ മൂല്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട ആളുകളുമായെല്ലാം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. കാരണം അന്ന് കഥകളിയും മോഹിനിയാട്ടവും അത് പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ കലാമണ്ഡലം ആരംഭിക്കുന്നത്. പിന്നീട് മറ്റ് കലാരൂപങ്ങൾ കൂടി അനുബന്ധ കോഴ്സുകളായി ഉൾപ്പെടുത്തി. പക്ഷേ ഇപ്പോൾ ഈ സ്വാശ്രയ കോഴ്സുകളിലേക്ക് കലാമണ്ഡലം തന്നെ ചുവടുവെക്കുന്നതോടുകൂടി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പോവുകയാണ് ഇപ്പോൾ കലാമണ്ഡലം. അപ്പോൾ ഈ സ്വാശ്രയ കോഴ്സുകളിലേക്ക് ചുവടുവെച്ചാൽ സ്വാഭാവികമായും ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഇപ്പോൾ നടക്കുന്ന റെഗുലർ കോഴ്സുകൾ നിർത്തലാക്കുമോ എന്നൊരു ആശങ്ക വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെയുണ്ട്. സ്വാഭാവികമായും സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കടക്കം അങ്ങനെയെങ്കിൽ ഭാവിയിൽ അവിടെ വിദ്യാഭ്യാസം നേടാൻ കഴിയാത്തൊരു തരത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ ഭരതനാട്യത്തിനും അതോടൊപ്പം തന്നെ വയലിനുമാണ് ഈ സ്വാശ്രയ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങളുമായി സർവകലാശാല മുന്നോട്ട് പോവുകയാണ്. എടുത്തു പറയേണ്ട കാര്യം, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സർക്കാർ ഈ കലാമണ്ഡലവും അതോടൊപ്പം തന്നെ പല സാംസ്കാരിക കേന്ദ്രങ്ങൾക്കും സർക്കാർ അനുവദിക്കുന്ന സാമ്പത്തിക സഹായം നൽകില്ല എന്നൊരു വിവാദ സർക്കുലർ ഇറക്കുന്നത്. അന്ന് നമ്മളെല്ലാവരും വാർത്ത നൽകുകയും ചെയ്തു. ആ വാർത്തയ്ക്ക് പിന്നാലെ വിവാദ സർക്കുലർ പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് സർക്കാർ പറഞ്ഞിരുന്നത്, ഇത്തരം സാംസ്കാരിക സ്ഥാപനങ്ങൾ അവരുടെ പ്രവർത്തനത്തിന്, അതായത് ഈ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള പണം അവിടെ നിന്ന് തന്നെ കണ്ടെത്തണം എന്നൊരു നിബന്ധനയായിരുന്നു ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സർവകലാശാല ഈ കലാമണ്ഡലം തനത് ഫണ്ട് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഈ സ്വാശ്രയ കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ കലാമണ്ഡലം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളെ തകർക്കുന്ന നടപടിയാണ് ഈ നിലവിൽ ഈ സ്വാശ്രയ കോഴ്സുകൾ ആരംഭിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ ഒരു വിഭാഗം ആളുകൾ ഉയർത്തുന്ന വിമർശനം. സൂര്യ സജിയാണ് വിവരങ്ങൾ നൽകിയത്.